ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ തന്ത്രപരമായ നീക്കത്തെയാണ് സുപ്രീം കോടതി ഇപ്പോൾ നിഷ്കരുണം ചോദ്യം ചെയ്തിരിക്കുന്നത്. നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നീതിപൂർവമായും സുതാര്യമായും തന്നെയാണ് നടപ്പാക്കിയതെന്ന് പുറം ലോകത്തെയും സാധാരണക്കാരായ ജനങ്ങളെയും ബോധ്യപ്പെടുത്തുകയും വേണം എന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ വാക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളെ മുനയൊടിക്കുന്നതായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ ഈ കടുത്ത നിലപാട്. നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പുകൾ തികച്ചും സ്വതന്ത്രമായും നിഷ്പക്ഷമായും നടത്തേണ്ട വലിയ ചുമതലയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷന്റെ തലവന്മാരായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ആരാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ 2023 മാർച്ച് മാസത്തിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിന്റെ ഏറ്റവും വലിയ ന്യായാധിപനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന നിഷ്പക്ഷമായ ഒരു 3-അംഗ സമിതി വേണം കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുവാൻ എന്നതായിരുന്നു ആ സുപ്രധാന വിധി. ഈ സമിതിയുടെ പ്രത്യേകത എന്തെന്നാൽ സർക്കാരിനൊരു വോട്ട്, പ്രതിപക്ഷത്തിനൊരു വോട്ട്, ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ആളല്ലാത്ത ചീഫ് ജസ്റ്റിസിന് ഒരു വോട്ട് എന്നിങ്ങനെയായിരുന്നു കണക്ക്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭരണകക്ഷിക്കോ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം തങ്ങൾക്ക് താല്പര്യമുള്ളയാളെ കമ്മീഷണറായി തിരികെ കയറ്റാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ ചരിത്രവിധിയെയും ഭരണഘടനാ തത്വങ്ങളെയും മറികടക്കാൻ കേന്ദ്ര സർക്കാർ അതിവേഗം പാർലമെന്റിൽ പുതിയൊരു നിയമം പാസാക്കുകയാണ് ഉണ്ടായത്. സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ തന്ത്രപരമായി ഒഴിവാക്കി പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയെ അതിൽ ഉൾപ്പെടുത്തി. ഇതോടെ എന്താണ് സംഭവിച്ചത്? 3-അംഗ സമിതിയിൽ 2 പേരും സർക്കാരിന്റെ ആളുകളായി മാറി. അതായത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒരു വശത്ത്, പ്രതിപക്ഷ നേതാവ് മറുവശത്ത്. ചുരുക്കത്തിൽ 3-2 ഭൂരിപക്ഷവും എപ്പോഴും സർക്കാരിന് ഉറപ്പായി. കേന്ദ്ര സർക്കാരിന് തങ്ങൾക്ക് താല്പര്യമുള്ള ഏത് വ്യക്തിയെയും വളരെ എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാം എന്ന അവസ്ഥ നിലവിൽ വന്നു. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വതന്ത്ര സ്വഭാവവും വിശ്വസ്തതയും ഇല്ലാതാക്കുന്ന ഈ നിയമത്തിനെതിരെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. കോടതിയിൽ വാദം നടന്നപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ശക്തമായ വാദങ്ങളാണ് ഉന്നയിച്ചത്. പ്രധാനമന്ത്രിയും ഭരണകൂടവും ഉദ്ദേശത്തോടെ മാത്രമേ പ്രവർത്തിക്കൂ എന്ന മുൻവിധിയോടെ കോടതികൾ വിഷയങ്ങളെ സമീപിക്കരുതെന്നും പാർലമെന്റ് പാസാക്കിയ നിയമത്തെ സംശയിക്കുന്നത് ജനങ്ങൾക്ക് നൽകിയ ഭരണഘടനാപരമായ വിശ്വസ്തതയെ ചോദ്യം ചെയ്യലാണെന്നും അദ്ദേഹം വാദിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മോശം ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കരുതുകയാണെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും കോടതിയുടെയോ പുറത്തുനിന്നുള്ളവരുടെയോ ഉപദേശം തേടേണ്ടി വരില്ലേ എന്നും സോളിസിറ്റർ ജനറൽ ചോദിച്ചു. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ ന്യായീകരണങ്ങളെയെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത കൃത്യമായ മറുപടി നൽകിയത്. ഇത് കേന്ദ്ര സർക്കാരിലേക്കുള്ള വിശ്വാസക്കുറവിന്റെ പ്രശ്നമല്ലെന്നും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സുതാര്യത ഉറപ്പാക്കാനാണ് കോടതി ഇടപെട്ടതെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോഴത്തെ സമിതിക്ക് നീതിപൂർവമായി പ്രവർത്തിക്കാനാവില്ലെന്ന് കോടതി പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തികച്ചും സ്വതന്ത്രനായ വ്യക്തിയായിരിക്കണം. നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് സുതാര്യമായി തന്നെയാണ് നടപ്പാക്കിയതെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം എന്ന് കോടതി തുറന്നടിച്ചു. കേസിൽ വാദം ദിവസങ്ങളോളം നീണ്ടപ്പോൾ കേസ് വീണ്ടും നീട്ടിക്കൊണ്ടുപോകാൻ ഇത് വലിയൊരു ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന് കേന്ദ്ര സർക്കാർ അവസാന നിമിഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ, വിജയ് ഹൻസാരിയ, കാളീശ്വരം രാജ് തുടങ്ങിയ പ്രമുഖ അഭിഭാഷകർ ഇതിനെ ശക്തമായി എതിർത്തു. ദിവസങ്ങളോളം വാദം കേട്ട ശേഷമാണ് കേന്ദ്രം ഇങ്ങനെയൊരു ആവശ്യവുമായി വരുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട തത്വങ്ങൾ മുൻപ് തന്നെ വ്യക്തമാക്കേണ്ടതാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. നിലവിൽ കേസിൽ വാദം പൂർത്തിയാക്കി സുപ്രീം കോടതി വിഷയം വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ വെട്ടിനിരത്തൽ നിയമത്തിനെതിരെ സുപ്രീം കോടതി ഭരണഘടനാപരമായ കടുത്ത നിലപാട് എടുക്കുമോ അതോ കേന്ദ്രത്തിന്റെ ആവശ്യം അംഗീകരിക്കുമോ എന്നറിയാൻ ഇനി കോടതി വിധി വരുന്നതുവരെ രാജ്യം കാത്തിരിക്കേണ്ടി വരും.